കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഇന്നലെ കാറ്റത്ത് പറന്നു വീണ സംഭവം ഏറെ ദൗർഭാഗ്യകരമായ ഒന്ന് തന്നെയാണ്. നാട്ടിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് ഭരണം നടത്താൻ മേയറും കൂട്ടരുടെയും ആവശ്യമില്ല. അതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്ന് ഇന്നലെ അവരുടെ നേതാക്കന്മാർ ആവർത്തിക്കുകയും ചെയ്തു. അത്തരത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വം സമയാസമയങ്ങളിൽ നിറവേറ്റാതെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ വിധിയെ മാത്രം പറയുന്ന രീതിയോട് കോൺഗ്രസിന് യോജിക്കാനാവില്ല. ഒരു മാസം മുൻപ് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ പരാതികൾ കൊടുത്തിരുന്നു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അന്ന് അതിനെക്കുറിച്ച് പരാതി ലഭിച്ച് അത് വന്ന് ഉദ്യോഗസ്ഥരെ വന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ കോൺക്രീറ്റ് ഇളകിപ്പോയി ഇരുമ്പ് കാലുകൾ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടിട്ട് പോലും ഇത് കാര്യമായി ഗവനിക്കാതെ ഇരുന്ന ഒരു സാഹചര്യം. അത്തരം ഒരു സമയത്താണ് ഈ ഷീറ്റ് പറന്നു വന്ന് വീഴുന്നത്. ആ വീഴുന്ന വിഷ്വല് നമ്മൾ കണ്ടാൽ ഏതൊരു മനുഷ്യൻ്റെയും അത്രയും വലിയ ഹൃദയമിടിപ്പ് ഏറ്റവും കൂടുതലാക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് അത് കടന്നുപോയത്. എന്തായാലും അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതിനുള്ള ഒരു ഉത്തരവാദിത്വം ഈ സംഭവത്തെക്കുറിച്ച് കോർപ്പറേഷനും മേയറും ഏറ്റെടുക്കണം. തുടർന്ന് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള കെട്ടിടങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് 144ഓളം കെട്ടിടങ്ങൾ കോർപ്പറേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ഉദ്യോഗസ്ഥർ. അതിലെന്തെങ്കിലും ഒരു നടപടി അത് പൊളിച്ചു കളയുന്നതിനോ അല്ലെങ്കിൽ അത്തരം കെട്ടിടങ്ങൾ ബലപ്പെടുത്തുന്നതിനോ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. അത് തീർത്തും മേയറുടെയും ഭരണസമിതിയുടെയും കെടുകാര്യസ്ഥതയാണ്. അതാണ് ഇന്ന് ഈ നഗരത്തിൽ നമ്മൾ പൂർണ്ണമായും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും സംഭവത്തിന് ശേഷം വിലപിക്കുന്ന കാഴ്ച അത് നമുക്ക് നല്ലതല്ല. വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണ് സ്വീകരിക്കേണ്ടത്. മുൻപ് ഇങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. മേയറൊന്നും അറിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഭരണസമിതി ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, അത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെ പരാതി ലഭിച്ചിരുന്നു എന്നും അവരുടെ ഉദ്യോഗസ്ഥർ പോയി നോക്കിയിരുന്നു എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ ഒരു നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ടാണ് ഒന്നും ഉണ്ടാവാതെ പോയെന്ന്. അതാ ഞാൻ പറഞ്ഞത്. അവരിത് അറിയായല്ല, പക്ഷെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഭരണം നടത്താൻ ഇവരുടെ ആവശ്യമില്ല. അത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അവർക്ക് എന്താവാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതാണല്ലോ എത്രയോ കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി എന്നുള്ളത് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്.